എന്നാൽ നിങ്ങൾ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. ഭീകരവാദ പ്രസ്ഥാനത്തിനെതിരായിട്ട് അണിചേരാത്ത ഒറ്റ ഒരു വിഭാഗം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതാരാണ് എന്നിപ്പോഴെല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാം. അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ബാക്കി എല്ലാവരും ചേർന്ന് ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള സംയുക്ത പ്രകടനങ്ങൾ നടത്തി തെരുവിലേക്കിറങ്ങി വേറിട്ട് നിന്ന യോജിക്കാതെ പോയ ഒരേ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ രാഷ്ട്ര സങ്കല്പവും നമുക്കറിയാം. ഒരു ഇസ്ലാമിക ലോകം വേണം എന്നാണ് അവരുടെ മുദ്രാവാക്യം. അതൊരു സാർവദേശീയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി അവിടെയും ജമ്മു ആൻഡ് കാശ്മീരിലും. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ സെൻട്രൽ കമ്മിറ്റി അംഗം സഖാബ് തരിഗാമി തുടർച്ചയായിട്ട് ജയിച്ചു വരുന്ന ഒരു നിയോജക മണ്ഡലത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യവും മത്സരിച്ചത്. ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അവിടെ CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേന്ദ്രമെന്ന നിലയിൽ BJP ആലോചിച്ച് ഉറപ്പിച്ചൊരു തീരുമാനമെടുത്തു. അത് ആ മണ്ഡലത്തിൽ BJP ജയിക്കില്ല, CPIMനെ തോൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ജമാഅത്തെ ഇസ്ലാമിൻ്റെ സ്ഥാനാർത്ഥിയാണ്. നമ്മൾ ഈ കാണുന്ന വൈരുദ്ധ്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ പണ്ടാരോ പറഞ്ഞ പോലെ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഘട്ടം വരുമ്പോഴാണ്. തരിയാമയെ തോൽപ്പിക്കാൻ പറ്റിയ സഖ്യം എന്താണ്? അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ സ്ഥാനാർത്ഥിയാക്കിയത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് BJPയുടെ പിന്തുണ. എന്നിട്ടും തരിഗാമി ഈ ഗൂഢാലോചനയെല്ലാം അരങ്ങേറിയിട്ടും അവിടെ ജയിച്ചു. ഈ സംഭവം നടന്നതിന് ശേഷം അതിശക്തിയായ രീതിയിൽ തരിഗാമിയും അതുപോലെ തന്നെ പാർട്ടിയും അവിടെ മുമ്പിൽ വന്നു. ഭീകരവാദത്തെ ശക്തിയായിട്ട് എതിർക്കുന്നതിന് പകരം അവിടെ സഖാവ് തരിഗാമിയുടെ കാറാണ് കസ്റ്റഡിയിലെടുത്തത്. കാറില്ല. ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഒരു MLAക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി സ്വന്തം കാറ് പോലും അനുവദിക്കുന്നില്ല. വീട്ടിൽ തടങ്കിലാക്കിയതുപോലെ കിടക്കുകയാണ് അവിടെ. CPIMൻ്റെ ഏതെങ്കിലും നേതാക്കൾ അവിടെ സംഭവ സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ടോ എന്ന് തരിഗാമി ഉൾപ്പെടെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് തന്നെ പോകാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാറ് തന്നെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന് പൊരുതുന്ന CPIMൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗമായ അവിടെ തന്നെ MLA ആയ സഖാവ് തരിഗാമിക്ക് പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് സ്വന്തം കാറ് പോലും ഉപയോഗിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം. അതെല്ലാം എത്രത്തോളം ജനാധിപത്യപരമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഞങ്ങളൊരു കാര്യം ഉറപ്പായ നിലപാട് സ്വീകരിച്ചു. ഭീകരവാദത്തിൻ്റെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള കാർ അനുവദിക്കാത്ത പ്രശ്നമൊന്നും ഗൗരവമായ പ്രശ്നമായിട്ട് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ പത്രത്തിൽ വരാത്തത്. തരിഗാമിയുടെ യഥാർത്ഥത്തിലൊരു ഒരു വീട്ടു തടങ്കിൽ കഴിയുന്നത് പോലെ കഴിയേണ്ടുന്നൊരവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു അവിടെ. ഭീകരവാദ പ്രസ്ഥാനത്തിനെതിരായിട്ട് യോജിക്കാവുന്ന മുഴുവൻ ശക്തികളെയും യോജിപ്പിച്ച് അണിനിരത്തണം. അതിൽ CPIMന് യാതൊരു തർക്കമില്ല. നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷാ വീഴ്ചയൊന്നും ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഈ സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്നോട് പത്രക്കാർ ചോദിച്ചു. രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിച്ചല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം അത് ചർച്ച ചെയ്യേണ്ടുന്ന സമയമല്ല ഇപ്പോഴും എന്നാണ്. കാരണം അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം.
ഭീകരവാദികളെ തുറന്നു കാണിക്കാനും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും പിടിക്കാനും സാധിക്കണം. ഇത്രയും ദിവസമായിട്ട് നമുക്കതിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ആശങ്ക തന്നെയാണ്. വളരെ സങ്കീർണമായ പ്രശ്നം തന്നെയാണ് കടന്നു പോകുന്നത്. നരേന്ദ്രമോദി ഗവൺമെൻറ് വളരെ പരസ്യമായിട്ട് പറയുന്നുണ്ട്, ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ, അമേരിക്ക ഉൾപ്പെടെ ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്, ഇന്ത്യയെ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് അമേരിക്ക ഇപ്പോഴും പാകിസ്ഥാൻ ഉയർത്തുന്നത്. പാകിസ്ഥാൻ്റെ ആ നിലപാടിനോട് യോജിക്കാൻ നമുക്കാവില്ല. കൂടിയാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സേനാ മേധാവികൾ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഇന്നലെ ചർച്ച ചെയ്തു പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര അതുപോലെ വളരെ പ്രധാനപ്പെട്ട മന്ത്രി വിഭാഗങ്ങളാകെ. ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താ? പട്ടാളത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. എപ്പോൾ, എങ്ങനെ, എവിടെ എന്നുള്ള കാര്യം പട്ടാളത്തിന് തീരുമാനിക്കാമെന്നാണ്. അതിൻ്റെ അർത്ഥം വരാൻ പോകുന്ന ഏത് ചെയ്തികളുടെയും പിന്നിൽ പട്ടാളമാണെന്ന് പറയാൻ ഒരു സൗകര്യം നൽകുന്നു എന്നതിൻ്റെ അപ്പുറത്ത് നയതന്ത്രപരമായിട്ട് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ എല്ലാം മുമ്പിൽ നിന്ന് നയിക്കേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്തം ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കണം. എല്ലാവരും അതിശക്തിയായിട്ട് കാണുന്നത് ഈ ഭീകരവാദത്തെ എതിർക്കണമെന്ന് തന്നെയാണ്. ഭീകരവാദത്തെ എതിർക്കുന്നതിന് വേണ്ടി പട്ടാളത്തെ മാത്രം ചുമതലപ്പെടുത്തിയാൽ പോരാ, രാഷ്ട്രീയ നേതൃത്വം വേണം. പാകിസ്ഥാൻ ഇപ്പോൾ അതിപ്രകോപനപരമായ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട് എന്ന് അവർ പ്രഖ്യാപിച്ചു. ആണവായുധങ്ങളൊന്നും ഒരു കാലത്തും ഒരു രാജ്യത്തിൻ്റെയും യുദ്ധോപകരണമല്ല. നമ്മുടെ ആളുകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ വെപ്രാളപ്പെടേണ്ട ഒരു കാര്യമില്ല. ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ല ആണവായുധം. സർവനാശത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രം ലോകത്തിൽ വരാനിടയുള്ള ഒരു സംഭവമാണ്, പ്രക്രിയയാണത്. അല്ലാണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ആണവായുധം ഉപയോഗിക്കുക എന്നൊക്കെ വിടുവായത്വം പറയല്ലാതെ അതൊന്നും ഫലപ്രദമായി ഒരു ഉപകരണം എന്ന രീതിയിൽ, ഒരായുധം എന്ന രീതിയിൽ, ഒരു യുദ്ധമുന്നണിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ ഉപയോഗിച്ചിരുന്നു മുമ്പ് സാമ്രാജ്യത്വം, അമേരിക്ക.